സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ദിയ കൃഷ്ണ തന്റെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാർ നടത്തിയ തട്ടിപ്പിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് വലിയ ചർച്ചയായി മാറിയിരുന്നു. താൻ ഗർഭിണിയായി ആശുപത്രിയിലായിരുന്നപ്പോൾ പോലും ഇവർ തന്റെ സ്ഥാപനത്തിൽ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു ദിയ പറയുന്നത്. OBYOC എന്ന പേരിൽ ആഭരണങ്ങളും വസ്ത്രങ്ങളും വിൽക്കുന്ന ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിലെ ജീവനക്കാരികളാണ് തട്ടിപ്പ് നടത്തിയത്. ആദ്യം ഓൺലൈനായി നടത്തിയിരുന്ന ഈ ബിസിനസ് അടുത്തിടെയാണ് തിരുവനന്തപുരം നഗരത്തിലെ ഷോറൂമിലേക്ക് ദിയ മാറ്റുന്നത്. നിലവിൽ ഓൺലൈനായും ഷോറൂം വഴിയും വിൽപ്പന നടക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ പേയ്മെന്റുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പ് നടന്നുവെന്ന പരാതിയാണ് ദിയ കൃഷ്ണ നിലവിൽ സോഷ്യൽ മീഡിയയിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. മുൻ ജീവനക്കാരികളായ വിനിത ജൂലിയസ്, ദിവ്യ ഫ്രാങ്ക്ലിൻ, രാധു എന്നിവർ ചേർന്ന് 1 വർഷത്തോളമായി തട്ടിപ്പ് നടത്തുകയായിരുന്നുവെന്ന വിവരം ഇപ്പോഴാണ് അറിഞ്ഞതെന്നും ദിയ പറയുന്നു. ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് തട്ടിപ്പിന്റെ വിശദമായ വിവരങ്ങൾ ദിയ പങ്കുവച്ചത്. കടയിലും ഓൺലൈനിലുമുള്ള കടയുടെ യഥാർത്ഥ പേയ്മെന്റ് സ്കാനറിന് പകരം ഈ ജീവനക്കാരികൾ അവരുടെ സ്വന്തം നമ്പറുകൾ നൽകി പേയ്മെന്റുകൾ വാങ്ങിയെന്നാണ് ദിയ പറയുന്നത്. കടയിലും ഓൺലൈനിലും നൽകിയിട്ടുള്ള സ്കാനറുകൾ വർക്കാകില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ സാധനങ്ങൾ വാങ്ങുന്നവരോട് തങ്ങളുടെ നമ്പറുകളിലേക്ക് പണം അയക്കാൻ ആവശ്യപ്പെട്ടിരുന്നത്. പ്രീമിയം കസ്റ്റമേഴ്സിൽ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഇവർ പ്രധാനമായും തട്ടിപ്പ് നടത്തിയത്. ഒരാളിൽ നിന്ന് 50,000 രൂപ വരെ തട്ടിയെടുത്തതായി ദിയ പറയുന്നുണ്ട്. നിരവധി കസ്റ്റമേഴ്സിനെയും തന്നെയും ഇവർ ഇത്തരത്തിൽ പറ്റിച്ചു എന്നാണ് ദിയയുടെ ആരോപണം. മുൻ ജീവനക്കാർ യഥാർത്ഥ QR കോഡിന് പകരം സ്വന്തം നമ്പറുകൾ നൽകുന്നുവെന്നും അതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നുമുള്ള ഒരു സ്റ്റോറി ദിയ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു. ഇതിന് പിന്നാലെ നിരവധി പേരാണ് ഇത്തരത്തിൽ ജീവനക്കാർ പറഞ്ഞതു പ്രകാരം അവർ നൽകിയ നമ്പറുകളിലേക്ക് പണം നൽകിയതെന്ന് ദിയയെ അറിയിച്ചു. ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ തുടർന്നുള്ള സ്റ്റോറികളിൽ ദിയ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. നിയമപരമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും ജീവനക്കാരികളുടെ കൂടുതൽ വിവരങ്ങൾ വൈകാതെ പങ്കുവെക്കുമെന്നും ദിയ അറിയിച്ചു. ഗർഭിണി കൂടിയായ തന്നെ ഈ രീതിയിൽ വഞ്ചിക്കാൻ ശ്രമിച്ചത് ഏറെ വേദനിപ്പിച്ചെന്നും ദിയ പറഞ്ഞു. അതിന് പിന്നാലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതായും എല്ലാ ഓർഡറുകളും ഇപ്പോൾ സേഫ് ആണെന്നും ദിയ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്.